ആർത്തനായുള്ളം കലങ്ങിടുമ്പോൾ ആവൽ തീർത്താനന്ദ വേഗിയോൻ താൻ ആശ്വാസദായകനീശു പരൻ. ഹല്ലേലൂയ പാടിയിടും ഞാൻ യേശുവിന്റെ സന്നിധിയിൽ ജീവകാലം. ആരാധിക്കാം ഉന്നതനെ ആത്മാവിലും സത്യത്തിലും നിത്യകാലം. കർത്താവറിയാതെയില്ല ഒന്നേ ജീവിതയാത്രയിൽ ചൊല്ലുവാനായി. നേരിടും സോദന വേളകളിൽ നീക്കുപോകി പുലർത്തിയിടും താൻ. ഹല്ലേലൂയ പാടിയിടും ഞാൻ യേശുവിന്റെ സന്നിധിയിൽ ജീവകാലം. ആരാധിക്കാം ഉന്നതനെ ആത്മാവിലും സത്യത്തിലും നിത്യകാലം. മരണപാശങ്ങൾ ഉയർന്ന നേരം ശരണം തന്നരികിൽ തൻ ചിറകിന്മീതെ മൃത്യുവെന്നുയർത്ത യേശുനാഥൻ മാറാതെ എന്നോമൻ ചാരയുണ്ട്. ഹല്ലേലൂയ പാടിയിടും ഞാൻ യേശുവിന്റെ സന്നിധിയിൽ ജീവകാലം. ആരാധിക്കാം ഉന്നതനെ ആത്മാവിലും സത്യത്തിലും നിത്യകാലം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമേറിയ സ്വർഗീയ പിതാവേ, അടിയങ്ങൾ സ്തോത്രത്തോടെ നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. അവിടുത്തെ തിരുമുഖം കണ്ടതിനെ ആരാധിപ്പാൻ, നിന്റെ വചനം ശ്രദ്ധയോടെ കേൾക്കുവാൻ, ഹൃദയങ്ങളിൽ സംഗ്രഹിക്കുവാൻ ഏഴകളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയുന്ന ഒരു കർത്താവ് ഞങ്ങൾക്കുള്ളത് കൊണ്ട് സ്തോത്രം. അവിടുന്ന് ഞങ്ങളുടെ ബലഹീനതകളെ ഞങ്ങളെ സഹായിക്കണമേ. വചനം സംസാരിപ്പാൻ അടിയനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അടിയന്റെ അധരത്തെ സ്വർഗീയ കനൽ കൊണ്ട് തൊട്ട് നീ ശുദ്ധീകരിച്ച് പരിശുദ്ധ ആത്മാവിന്റെ നിറവിൽ അങ്ങയുടെ വചനം സംസാരിപ്പാൻ അടിയനെ നീ സഹായിക്കണമേ. കൃപയെ ഞങ്ങളെ എല്ലാവരെയും നീ സൂക്ഷിക്കണമേ. മഹത്വമൊക്കെ അവിടുന്ന് സ്വീകരിക്കണമേ. യേശു കർത്താവിന്റെ മഹത്വമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുവാനാണമേ. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, വീണ്ടും ഒരു ബുധനാഴ്ച തിരുവചനവുമായി കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുവാൻ നമുക്ക് ലഭിച്ച ഭാഗ്യമോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ ദിവസം വ്യത്യസ്തമായ മറ്റൊരു വിഷയവുമായി നമുക്ക് ഒന്നിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പഴയ നിയമത്തിലെ ഒരു വേദഭാഗം നമ്മുടെ ധ്യാനത്തിന് വിഷയമാക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. പഴയ നിയമ വേദഭാഗങ്ങൾ പലപ്പോഴും നമുക്ക് അപരിചിതങ്ങളാണ്. വളരെ ആക്റ്റീവായിട്ടുള്ള വേദപുസ്തക ഭാഗങ്ങൾ, സ്ക്രിപ്ചർ എന്ന് പറയുന്നത് സാധാരണ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം സുവിശേഷങ്ങളും 4 സുവിശേഷങ്ങളും സങ്കീർത്തനങ്ങളും മാത്രമാണ്. പഴയ നിയമത്തിലേക്ക് പലപ്പോഴും നമ്മൾ തിരിഞ്ഞു നോക്കാറില്ല. എപ്പിസൽസ് എന്ന് പറയുമ്പോൾ റോമാലേഖനം തുടങ്ങിയുള്ള എപ്പിസൽസ്, പ്രത്യേകിച്ച് പൗലോസിന്റെ എപ്പിസൽസ്, നമ്മൾ പ്രയാസകരമായ ഒരു മേഖലയാണ് എന്ന ഒരു ബോധത്തിൽ അതിനെയും സ്പർശിക്കാറില്ല. പിന്നെ യാക്കോബിന്റെയും പത്രോസിന്റെയും യോഹന്നാന്റെയും ഒക്കെ ലേഖനങ്ങൾ, അതൊക്കെ നമ്മൾ
തഴഞ്ഞു വെച്ചിരിക്കുന്ന വേദഭാഗങ്ങളാണ്. യോഹന്നാന്റെ 3 ലേഖനങ്ങൾ കഴിഞ്ഞ് ഒരു പുസ്തകമുള്ള കാര്യം എത്ര പേർക്ക് അറിയാം എന്നുപോലും സംശയമാണ്. യോഹന്നാൻ 3-ാം ലേഖനം 3 യോഹന്നാൻ കഴിഞ്ഞാൽ വെളിപ്പാട് പുസ്തകമാണ് എന്ന് ധരിക്കുന്ന ധാരാളം പേരുണ്ട്. എന്നാൽ അതിന്റെ ഇടയിൽ ഒരു 10-25 വാക്യങ്ങൾ മാത്രമുള്ള ഒറ്റ അധ്യായം മാത്രമുള്ള യൂദ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതൊരു പുസ്തകമാണ്. ഇറ്റ്സ് എ ബുക്ക്. 25 വാക്യങ്ങളേ ഉള്ളൂ. യേശു കർത്താവിന്റെ സഹോദരനായ ഹാഫ് ബ്രദർ, അർദ്ധ സഹോദരനായ യൂദ എഴുതിയ ലേഖനമാണത്. ചിലരത് ഇസ്കരിയോത്ത യൂദയാണ് എന്ന് ധരിച്ചിട്ട് എന്തിനാ അങ്ങേരുടെ വചനം വായിക്കുന്നത് എന്ന് തഴയുന്നവരുമുണ്ട്. അങ്ങനെ വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലെ മിക്കവാറും എല്ലാ ഭാഗങ്ങളും, പിന്നെ അപൂർവമായി മാത്രം രൂത്തോ എസ്തേറോ ഒക്കെ ഒന്ന് വായിച്ചെങ്കിലായി, കഥയായതുകൊണ്ട്. പഴയ നിയമത്തിലെ ഈ 2 പുസ്തകങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ പുസ്തകങ്ങളും നമ്മൾ മാറ്റിവെക്കും. പിന്നെ സങ്കീർത്തനവും ഗോസ്പൽസും നാം വായിക്കും. പ്രവാചക പുസ്തകങ്ങൾ, യെശയ്യാവ് മുതൽ തുടങ്ങുന്ന പ്രവാചക പുസ്തകങ്ങൾ, അത് വായിച്ചാൽ നേരിട്ട് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ ഉള്ളത് കൊണ്ടാവാം ധാരാളം ആളുകൾ അതൊക്കെ ഒഴിവാക്കും. യിരെമ്യാവ്, എസെക്കിയേൽ ഒട്ടും വായിക്കില്ല. അടുത്ത കാലത്ത് ഞാനൊരു സ്ഥലത്ത് കൺവെൻഷന് പോയപ്പോൾ എസെക്കിയേൽ പുസ്തകമാണ് എടുത്തത്. 3 ദിവസത്തെ പ്രസംഗം കഴിഞ്ഞപ്പോൾ അവരെന്നോട് വന്ന് പറഞ്ഞു, ഇനി ഞങ്ങൾക്ക് എസെക്കിയേൽ വായിക്കാൻ ധൈര്യമുണ്ട് എന്ന്. കാരണം അതിലെ സിംബൽസും അതിലെ സിംബോളിക് എക്സ്പ്രഷൻസും ഒക്കെ മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടാണ്. ചെറിയ പ്രവാചകന്മാർ എന്ന് പറയുന്ന പ്രവാചകന്മാരുടെ പുസ്തകങ്ങളും നാം ഇതുപോലെ ശ്രദ്ധിക്കാതെ വിടുന്ന പുസ്തകമാണ്. അതുകൊണ്ട് ഇന്നൊരു ചെറിയ പ്രവാചകനെ, മൈനർ പ്രോഫറ്റ്സിലുള്ള ഒരാള്, ഹഗ്ഗായി എന്ന് പറയുന്ന പ്രവാചകനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഹഗ്ഗായി എന്ന് പറയുന്ന പ്രവാചകൻ ബാബിലോണിയ പ്രവാസത്തിന് ശേഷം പ്രവചിച്ച ഒരു പ്രവാചകനാണ്. ബാബിലോണിയ പ്രവാസം എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ജനതയ്ക്ക് 2 പ്രവാസങ്ങളുണ്ടായിരുന്നത്. ഒന്നാമത്തെ പ്രവാസമാണ് ഈജിപ്തിലെ 430 വർഷത്തെ പ്രവാസം, മിസ്രൈമിയ പ്രവാസം. മോശയുടെ നേതൃത്വത്തിൽ 430 വർഷത്തെ പ്രവാസത്തിന് ശേഷം ഇസ്രായേൽ മക്കൾ സ്വതന്ത്രരായി വാഗ്ദത്ത ഭൂമിയിലേക്ക് മടങ്ങി വരുന്നു. 40 വർഷം മരുഭൂമിയിൽ ചെലവഴിച്ചതൊക്കെ കഥ നമുക്കറിയാം. എന്നാൽ അതിനുശേഷം BC 586 ആവുമ്പോഴേക്കും ഇസ്രായേൽ മക്കളുടെ ആത്മീക ജീവിതം മുഴുവൻ തകർന്നു. അവർ ദൈവത്തിൽ നിന്നും വളരെ ദൂരെ അകന്നുപോയി, വളരെ ദൂരേക്ക് പോയി. ദൈവത്തെ തിരിച്ചറിയാൻ കഴിയാത്ത, ന്യായപ്രമാണം തിരിച്ചറിയാൻ കഴിയാത്ത, അങ്ങനെ ഒരു പുസ്തകമുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ കഴിയാത്ത തരത്തിൽ ജനങ്ങൾ ദൈവത്തിൽ നിന്ന് ബഹുദൂരം അകന്നുപോയി. ആ കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ, സമ്പന്നമായ, പരിഷ്കൃതമായ സമൂഹമായിരുന്നു കൽദയ ബാബിലോണിയൻ സംസ്കാരം. അന്ന് ബാബിലോണിന്റെ ചക്രവർത്തിയായിരുന്ന നെബൂഖദ്നേസർ എന്ന് പറയുന്ന രാജാവിന്റെ നേതൃത്വത്തിൽ ഇസ്രായേലിനെ ആക്രമിച്ചു. ഇസ്രായേലിൽ അവർ വന്ന് ആദ്യം ഏറെ പേരെ തടവുകാരായി കൊണ്ടുപോയി. ആ കൂട്ടത്തിൽ റോയൽ ഫാമിലിയിൽപ്പെട്ട ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ പേരൊക്കെ നമുക്കറിയാമല്ലോ. ദാനിയേൽ, ഹനന്യാവ്, മീശായേൽ, അസറിയാവ് തുടങ്ങിയിട്ടുള്ള ആളുകൾ. പലപ്പോഴും ദാനിയേലിന്റെ പേര് അങ്ങനെ തന്നെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഹനന്യാവ്, മീശായേൽ, അസറിയാവ് എന്നതിന് പകരം ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നാണ്
നമ്മൾ പലപ്പോഴും പറയുന്നത്. അവരുടെ ബാബിലോണ്യ നാമം മാത്രമേ നമുക്ക് പലപ്പോഴും അറിയാവൂ. അവരുടെ യഹൂദ നാമം ഹനന്യാവ്, മീശായേൽ, അസറിയാവ് എന്നായിരുന്നു. ദാനിയേൽ, ഹനന്യാവ്, മീശായേൽ, അസറിയാവ് തുടങ്ങിയ ധാരാളം ആൾക്കാര്. ആ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരനായിരുന്നു എഹസ്കിയേൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ എസക്കിയേൽ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ആ മനുഷ്യൻ. അദ്ദേഹം ഒരു പുരോഹിതനായിരുന്നു. മറ്റവരെല്ലാം റോയൽ ഫാമിലിയിൽ പെട്ടവരായിരുന്നു. അപ്പൊ ഇവരെല്ലാം ആ കാലഘട്ടത്തിൽ ആദ്യത്തെ കൂട്ടത്തിൽ യെരൂശലേമിൽ നിന്ന് ബാബിലോണിലേക്ക് സ്ലേവ്സ് ആയിട്ട് പിടിച്ചുകൊണ്ട് പോയവരാണ്. പിന്നെ 586 നെബൂഖദ്നേസർ രാജാവ് വന്ന് യെരൂശലേം ദേവാലയം മുഴുവൻ തകർത്തു, കുപ്പക്കുന്നാക്കി യെരൂശലേം ദേവാലയം മാറ്റി. എന്നിട്ട് ദേവാലയത്തിലെ ഉപകരണങ്ങൾ മുഴുവൻ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അത് അങ്ങനെ ബാബിലോണിയ പ്രവാസം ആരംഭിച്ചു ഇസ്രായേൽ മക്കൾ. ആ പ്രവാസം 70 വർഷമായിരുന്നു. ദാനിയേൽ പ്രവാചകൻ പ്രവചിച്ച 70 വർഷം. ആ 70 വർഷത്തെ പ്രവാസം ആരംഭിച്ചു. ദാനിയേൽ മാത്രമല്ല, ദാനിയേലിന് മുമ്പേ യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചു, യിരെമ്യാ പ്രവാചകൻ പ്രവചിച്ചു, നിങ്ങൾ ബാബിലോണിലേക്ക് പ്രവാസത്തിൽ പോകും, ആ പ്രവാസം 70 വർഷം നീണ്ടു നിൽക്കും എന്ന് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചു. യെശയ്യാവിന് ശേഷം 100 വർഷം കഴിഞ്ഞ് യിരെമ്യാ പ്രവാചകൻ. നമ്മളവരെ അടുപ്പിച്ചൊക്കെ വായിക്കുന്ന ഉടനെ തോന്നരുത് യെശയ്യാവും യിരെമ്യാവും ഒക്കെ തോളോട് തോള് ചേർന്ന് നടന്നവരാണെന്ന്. യെശയ്യാവിന് ശേഷം 100 വർഷം കഴിഞ്ഞാണ് യിരെമ്യാവ് എന്ന് പറയുന്ന പ്രവാചകൻ വരുന്നത്. അപ്പൊ യെശയ്യാവിന്റെ കാലത്ത് തന്നെ ബാബിലോണ്യ പ്രവാസത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിരുന്നു. യിരെമ്യാവിന്റെ കാലത്തും ബാബിലോണ്യ പ്രവാസത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. ദാനിയേൽ പ്രവാസത്തിൽ ഇരുന്ന സമയത്താണ്, പ്രവാസത്തിലായിരിക്കുന്ന കാലഘട്ടത്തിലാണ് ദാനിയേലിന് ഈ വെളിപ്പാട് 70 വർഷത്തെ പ്രവാസം, അത് കഴിയുമ്പോൾ വിമോചിതരാകും എന്നുള്ള പ്രവചനം ഉണ്ടാവുന്നു. അപ്പോൾ 70 വർഷത്തെ പ്രവാസത്തിന് ശേഷം അപ്പോഴേക്കും ഈ കൽദയ രാജവംശം നശിച്ചു. പേർഷ്യൻ, മേദ്യ ശക്തികൾ ശക്തി പ്രാപിച്ചു. അവര് ബാബിലോൺ പിടിച്ചടക്കി. ആ പേർഷ്യൻ രാജാവിന്റെ ഒന്നാമത്തെ രാജാവായിരുന്ന കോറസ് എന്ന് പറയുന്ന രാജാവ്, കിങ് സൈറസ് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ദൈവം നേരത്തെ തെരഞ്ഞെടുത്തതാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ടേ. യെശയ്യാ പ്രവചനത്തിൽ 42 എടുത്തോട്ടെ ആ ഭാഗം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45 അധ്യായത്തിന്റെ 1 വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവ തന്റെ അഭിഷിക്തനായ കോറസിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് യെശയ്യാവ് യഹോവയായ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്നെ അറിയാതെ ഇരിക്കെ ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് യെശയ്യാവിന്റെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ കോറസ് ജനിക്കുന്നതിന് 270 വർഷത്തിനു മുമ്പ് യെശയ്യാവിലൂടെ യഹോവയായ ദൈവം സൈറസ് എന്ന് പറയുന്ന ഒരു രാജാവിനെ കുറിച്ച് പേര് പറഞ്ഞ്. പ്രിയ ദൈവമക്കളെ, നമ്മൾ ചിന്തിക്കണം. 250 വർഷത്തിനു മുമ്പ് തന്നെ യെശയ്യാവിലൂടെ യഹോവയായ ദൈവം പേര് പറഞ്ഞ് കോറസിനെ വിളിക്കുകയാണ്, കിങ് സൈറസിനെ. ഇപ്പൊ ചരിത്രത്തിൽ എങ്ങും ഇല്ലാതിരുന്ന ഒരു മനുഷ്യൻ, ചരിത്രത്തിൽ അങ്ങനെ ഒരു ശക്തിയെ കുറിച്ച് ആരും സങ്കല്പിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ യെശയ്യാവ് പറയുകയാണ്, കോറസ് എന്ന് പറയുന്ന ഒരു രാജാവ് ബാബിലോൺ പിടിച്ചടക്കും എന്ന്. എന്തിനു വേണ്ടിയാണ് അവനെ ദൈവം നിയോഗിച്ചത്? അവന്റെ ഗർഭത്തിൽ തന്നെ അവനെ വിളിച്ച് അവനെ നിയോഗിച്ചത് എന്താണ്? ബാബിലോണിലേക്ക് പ്രവാസത്തിൽ പോകുന്ന ജനങ്ങളെ, തന്റെ ജനത്തെ 70 വർഷത്തിന് ശേഷം വിമോചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് 250 വർഷം മുമ്പേ അവനെ ദൈവം വിളിച്ച് നിയോഗിച്ചത്. ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവൃത്തി. നമ്മളൊക്കെ
നമ്മളുടെ സൃഷ്ടി, നമ്മളെ കർത്താവ് നമ്മളുടെ ഭാവിയെ തീരുമാനിച്ചത് നമ്മൾ ജനിച്ചപ്പോഴല്ല, അതിന് എത്രയോ മുമ്പ്. അതാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. നിത്യതയിൽ തന്നെ നമ്മുടെ ഭാവി യഹോവയായ ദൈവം തീരുമാനിച്ചിരുന്നു. നിത്യതയിൽ തീരുമാനിച്ച കാര്യമാണത്. കോശി തലയ്ക്കൽ എന്തായി തീരണമെന്ന്, എബി എബ്രഹാം എന്തായി തീരണമെന്ന്, ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്തായി തീരണമെന്ന് God decided even before the foundation of the world. ഭൂമിയുടെ അടിസ്ഥാനം ഇടുന്നതിന് മുമ്പ് തന്നെ ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. അതാണല്ലോ ഇവിടെ കണ്ടത്. സൈറസിനെ കുറിച്ച് പറഞ്ഞത് 250 വർഷം മുമ്പ് തന്നെ സൈറസിനെ ഒരു വിമോചകനായി എന്റെ ദൈവം തെരഞ്ഞെടുത്ത് കഴിഞ്ഞിരുന്നു എന്നർത്ഥം. അതാണ് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ അത്ഭുതകരമായ. അതുകൊണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമുക്ക് സംശയം ഉണ്ടാവരുത്. ദൈവം എന്നെ തെരഞ്ഞെടുത്തതാണ്, ദൈവം എന്നെ വീണ്ടെടുത്തതാണ് എന്നുള്ള ഒരു ചിന്ത. അവൻ എൻ്റെ എല്ലാ ഭാവിയും അവന്റെ കരങ്ങളിലാണ്, അവൻ നിശ്ചയിച്ചിരിക്കുന്നതാണെന്ന് ഓർക്കുവാൻ എപ്പോഴും നമുക്കറിയണം. അങ്ങനെ സൈറസ് രാജാവ് വന്ന് ഇസ്രായേൽ മക്കളെ വിടുവിക്കുന്നു. നമ്മൾ 2 ദിനവൃത്താന്തത്തിന്റെ അവസാന പുസ്തകവും അവസാന അധ്യായത്തിന്റെ അവസാന വാക്യവും എസ്രായുടെ 1-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങളും ഒരേ വാക്യങ്ങളാണ്, ഒരേ തരത്തിലുള്ള വാക്യങ്ങളാണ്. 2 ദിനവൃത്താന്തത്തിന്റെ 36-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം ഇങ്ങനെയാണ്: എന്നാൽ യിരെമ്യാ മുഖാന്തരമുണ്ടായ യഹോവയുടെ വചനം നിവൃത്തിയാകേണ്ടതിന് പാർസി രാജാവായ കോറസിന്റെ 1-ാം ആണ്ടിൽ യഹോവ പാർസി രാജാവായ കോറസിന്റെ മനസ്സുണർത്തി. അവൻ തന്റെ രാജ്യത്തെല്ലായിടവും ഒരു വിളംബരം പ്രസിദ്ധമാക്കി രേഖാമൂലവും പരസ്യം ചെയ്തു. എന്തെന്നാൽ പാർസി രാജാവായ കോറസ് പ്രകാരം കൽപ്പിക്കുന്നു: സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു. യഹൂദയിലെ യെരൂശലേമിൽ അവനൊരു ആലയം പണിവാൻ അവൻ എന്നോട് കൽപ്പിച്ചുമിരിക്കുന്നു. നിങ്ങളിൽ അവന്റെ ജനമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ ദൈവമായ യഹോവ അവനോടുകൂടെ ഇരിക്കട്ടെ, അവൻ യാത്ര പുറപ്പെടട്ടെ. അതേ വാക്യങ്ങൾ തന്നെയാണ് അതിനെ തുടർന്ന് വരുന്ന എസ്രായുടെ പുസ്തകം തുടങ്ങുന്ന. യിരെമ്യാ മുഖാന്തരമുണ്ടായ യഹോവയുടെ അരുളപ്പാട് നിവൃത്തിയാകേണ്ടതിന് പാർസി രാജാവായ കോറസിന്റെ 1-ാം ആണ്ടിൽ യഹോവ പാർസി രാജാവായ കോറസിന്റെ മനസ്സുണർത്തി തുടങ്ങി ആ വാക്യങ്ങളെല്ലാം സെയിം വേഴ്സസ്. അപ്പൊ യഹോവയായ ദൈവം കോറസിന്റെ മനസ്സുണർത്തി നശിപ്പിക്കപ്പെട്ട യെരൂശലേം ദേവാലയം പുനർനിർമ്മിക്കുവാൻ യഹോവയായ ദൈവം അവനോട് നിർദ്ദേശിച്ചിരുന്നു. അതിന് തന്റെ ജനത്തെ അനുവദിക്കാൻ അവൻ ആവശ്യപ്പെട്ടിരുന്നു. അത് കോറസ് രാജാവ് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് യഹോവയായ ദൈവമാണ് തനിക്ക് ഈ രാജ്യങ്ങളെല്ലാം തന്നത് എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ ആ ഹിതത്തിന് തന്നെ സമർപ്പിക്കുന്ന ഒരു കോറസ് രാജാവിനെയാണ് അവിടെ കാണുന്നത്. കോറസ് രാജാവ് അധികാരമേറ്റപ്പോൾ തന്നെ ഒരു 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 സ്വാതന്ത്ര്യ പ്രഖ്യാപനം, ഡിക്രി ഓഫ് ലിബറേഷൻ, സ്വാതന്ത്ര്യത്തിന്റെ ഒരു പ്രഖ്യാപനം. ആർക്ക് വേണ്ടി? ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി. നിങ്ങളിൽ അവന്റെ ജനമായിട്ട്, അത് വേറൊരു ദിവസം ആ വിഷയം ഞാൻ പ്രസംഗിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ അവന്റെ ജനമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പുറപ്പെടട്ടെ. അവർ പുറപ്പെടുക മാത്രമല്ല, അവരെന്ത് ചെയ്യണം? യെരൂശലേമിൽ അവനൊരാലയം പണിയുകയും വേണം. നിങ്ങൾ പോകുന്നത് റീബിൽഡ് ദ ടെമ്പിൾ. അവിടെ പോയി ജീവിക്കുവാൻ വേണ്ടിയല്ല, റീബിൽഡ് ദ ടെമ്പിൾ. ആ തകർക്കപ്പെട്ട നെബൂഖദ്നേസർ രാജാവിനാൽ തകർക്കപ്പെട്ട ആ ദേവാലയം പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ കോറസ് രാജാവ് അവരെ പറഞ്ഞു വിട്ടു. ഇവിടെയാണ് നമ്മൾ ഹഗായിയിൽ ആരംഭിക്കുന്നത്. കോറസ് രാജാവ് അവരെ പറഞ്ഞു വിട്ടു. അവരിലെ ഒരു സംഖ്യ ആൾക്കാർ ബാബിലോണിൽ നിന്ന് യെരൂശലേമിലേക്ക് മടങ്ങി വന്നു. ആ മടങ്ങി വന്ന ജനങ്ങൾ എന്ത് ചെയ്തു? അവര് കോറസ് രാജാവ് കൽപ്പിച്ചതുപോലെ തന്നെ അവര് ദേവാലയത്തിന് കല്ലിട്ടു. ദേവാലയത്തിന് കല്ലിടാനാണല്ലോ പറഞ്ഞു വിട്ടത്, ദേവാലയം പണിയാനാണല്ലോ പറഞ്ഞു വിട്ടത്. എസ്രായുടെ പുസ്തകം നാം വായിക്കുമ്പോൾ 3-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കണം. വാസ്തവത്തിൽ പണിയുന്നവർ യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനമിട്ടപ്പോൾ ഇസ്രായേൽ രാജാവായ ദാവീദിന്റെ ചട്ടപ്രകാരം യഹോവയ്ക്ക് സ്തോത്രം ചെയ്യേണ്ടതിന് വിശുദ്ധ വസ്ത്രം ധരിച്ച പുരോഹിതന്മാരെ കാഹളങ്ങളോടും അസാഹ്യരായ ലേവ്യരെ കൈത്താളങ്ങളോടും കൂടെ നിർത്തി. അവർ യഹോവയെ അവൻ നല്ലവൻ, ഇസ്രായേലിനോട് അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്നിങ്ങനെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട്
ഗാനപ്രതിഗാനം ചെയ്തു. അവർ യഹോവയെ സ്തുതിക്കുമ്പോൾ യഹോവയുടെ ആലയത്തിന്റെ അടിസ്ഥാനം ഇട്ടത് കൊണ്ട് ജനമെല്ലാം അത്യുച്ചത്തിൽ ആർത്തു ഘോഷിച്ചു. അവിടെ പറയുന്നത്, പിന്നീട് പറയുന്നത് 11-ാം വാക്യത്തിൽ, അങ്ങനെ ജനത്തിൽ സന്തോഷത്തിന്റെയും ശബ്ദവും കരച്ചിലിന്റെ ശബ്ദവും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാതെ ഇരുന്നു. ജനം അത്യുച്ചത്തിൽ ഘോഷിച്ചത് കൊണ്ട് ഘോഷം ബഹുദൂരം കേട്ടു. വലിയ ആഘോഷത്തോടുകൂടി ഇസ്രായേൽ മക്കൾ യെരൂശലേമിൽ വന്ന്, അത് പഴയ ആലയം ഇരുന്ന സ്ഥാനത്ത് തന്നെ വേണമെന്ന് യഹോവ കൽപ്പിച്ചിരുന്നു. അതേ സ്ഥാനത്ത് തന്നെ അവർ കല്ലിട്ടു ആലയം പണിതു. പഴയ ആലയം കണ്ടവരുണ്ടായിരുന്നു, അവർക്ക് കരച്ചിൽ വന്നു. പുതിയ ആലയം പണിയുന്നുണ്ട്, കല്ലിടുന്നതിന് അവർക്ക് ആഹ്ലാദമുണ്ടായി. അങ്ങനെ കരച്ചിലും സന്തോഷവും എല്ലാം ഇടകലർന്ന് ആ ശബ്ദം ബഹുദൂരം കേട്ടു എന്നാണ് എസ്രാ പുരോഹിതൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഈ കല്ലിട്ടതിന് ശേഷം ഇസ്രായേൽ മക്കൾ അവരവരുടെ കാര്യത്തിലേക്ക് മടങ്ങിപ്പോയി. അവിടെ എന്ത് സംഭവിച്ചു? ഹഗായി പ്രവാചകന്റെ പുസ്തകം ആരംഭിക്കുന്ന അവിടെയാണ്. മടങ്ങിപ്പോയ ദൈവജനം ആ കൂട്ടത്തിൽ അവരെന്ത് ചെയ്തു? അവരുടെ കാര്യം നോക്കി. 2 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരുന്നു അടിസ്ഥാനമായിട്ട്. ഒന്നാമത് 5-ാമത്തെ വാക്യം, ആകയാൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. ഹഗായി പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം, ഹഗായി പ്രവാചകന്റെ പുസ്തകം 5-ാം വാക്യം, 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. അവിടെ പറയുന്നു, ആകയാൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവിൻ. അതേ വാക്യം തന്നെ 7-ാം വാക്യത്തിൽ വീണ്ടും പറയുന്നു, നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവിൻ. എന്താ സംഭവിച്ചതെന്നറിയാമോ? ഇസ്രായേൽ മക്കൾ മടങ്ങി വന്ന് ആവേശത്തോടുകൂടെ, വലിയ ആഹ്ലാദത്തോടുകൂടെ, ഘോഷം ബഹുദൂരം കേൾക്കത്തക്ക വിധത്തിൽ യഹോവയുടെ ആലയത്തിന്റെ പുനർനിർമ്മാണത്തിന് ആവശ്യമായ തറക്കല്ലിട്ടേച്ച് അവരവരുടെ പാട്ടിന് പോയി എന്ന് നമ്മൾ പറയുന്ന പോലെ അവരവരുടെ പാട്ടിന് പോയി. പിന്നെ 16 വർഷത്തേക്ക് അവർ ആ കല്ലിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല. നമ്മുടെ മന്ത്രിമാർ ചിലർ കല്ലിട്ടേച്ച് പോകുന്നത് പോലെ ഇസ്രായേൽ മക്കൾ ആ കല്ലിട്ട ഭാഗത്തേക്ക് പിന്നെ 16 വർഷത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല. അവർ അതിനിടയിൽ മുന്തിരിത്തോപ്പുകൾ ഉണ്ടാക്കി, അവരുടെ വയലേലകൾ, കാർഷിക ഭൂമികൾ ഉണ്ടാക്കി, അവർ വീട് പണിതു. വീടിട്ട പാനൽഡ് ഹൗസ് എന്നാ പറയുന്നത്, തട്ടിട്ട വീടുകൾ. അവർ തട്ടിട്ട വീടുകൾ ഉണ്ടാക്കി. 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, ഹഗായി പ്രവാചകൻ മുഖാന്തരം യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, ഈ ആലയം ശൂന്യമായി കിടക്കെ, ഈ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾക്ക് തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ? യഹോവയായ ദൈവം ഹഗായിലൂടെ ചോദിക്കുകയാണ്, എന്റെ ആലയം ശൂന്യമായി കിടക്കുമ്പോൾ നിങ്ങൾക്ക് തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ? അവർ തട്ടിട്ട വീടുകൾ ഉണ്ടാക്കി. യഹോവയുടെ ആലയത്തെ കുറിച്ച് അവർ പരിഗണിച്ചേയില്ല. അത് ശൂന്യമായി കാട് പിടിച്ചു കിടന്നു എന്നർത്ഥം. ആ കല്ലിന്മേൽ ഒരു കല്ല് വെക്കുവാൻ അവർ തയ്യാറാവാത്തത് കൊണ്ട് കാട് പിടിച്ച കല്ല് ആ കാട്ടിനുള്ളിൽ മറഞ്ഞുപോയി. അങ്ങനെ യഹോവയുടെ ആലയത്തെ അവഗണിച്ച ആ ജനത്തിനുണ്ടായ അനുഭവം എന്താണ്? അതാണ് പിന്നീട് പറയുന്നത്. അവർ ഭക്ഷിച്ചിട്ടും പൂർത്തി വരുന്നില്ല. അവർക്ക് ഭക്ഷണമുണ്ടായി, അവർ ഭക്ഷണം കഴിച്ചിട്ടും അവർക്ക് നിറമുണ്ടാകുന്നില്ല. പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല, ദാഹം തീരുന്നില്ല. വസ്ത്രം ധരിച്ചിട്ടും ആർക്കും കുളിരുമാറുന്നില്ല. കൂലിക്കാരൻ അവൻ കൂലി കൊണ്ടുവരുന്നു, ശേഖരിക്കുന്നത് ഓട്ടസഞ്ചിയിലായി പോകുന്നു. നിക്ഷേപങ്ങളൊന്നും ബാക്കിയാവുന്നില്ല. എന്നിട്ട് യഹോവയായ ദൈവം പറയുകയാണ്, നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുക. പിന്നെയും പറയുകയാണ്, നിങ്ങൾ മലയിൽ ചെന്ന് മരം കൊണ്ടുവന്ന് ആലയം പണിവീൻ, ഞാൻ അതിൽ പ്രസാദിച്ച് മഹത്വപ്പെടും എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ അധികം കിട്ടുമെന്ന് കാത്തിരുന്നു, എന്നാൽ അത് അല്പമായി തീർന്നു. നിങ്ങൾ അത് വീട്ടിൽ കൊണ്ടുവന്നു, ഞാനോ അത് ഊതിക്കളഞ്ഞു. അതെന്തുകൊണ്ട്? എന്റെ ആലയം ശൂന്യമായി കിടക്കുകയും നിങ്ങൾ ഓരോരുത്തരും താന്താന്റെ വീട്ടിലേക്ക് ഓടുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ന് സൈന്യങ്ങളുടെ ദൈവത്തിന്റെ അരുളപ്പാട്. അതുകൊണ്ട് നിങ്ങൾ നിമിത്തം ആകാശം മഞ്ഞുകൊണ്ട്
അതുകൊണ്ട് നിങ്ങൾ നിമിത്തം ആകാശം മഞ്ഞു പെയ്യാതെ അടഞ്ഞിരിക്കുന്നു, ഭൂമി അനുഭവം തരുന്നതുമില്ല. ഞാൻ ദേശത്തിന്മേലും മലകളിന്മേലും ധാന്യത്തിന്മേലും വീഞ്ഞിന്മേലും എണ്ണയിന്മേലും നിലത്തെ വിളയിന്മേലും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേലും കൈകളുടെ സകല പ്രയത്നത്തിന്മേലും വറുതിയെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. കാഴ്ചയ്ക്ക് ഇച്ചിരി കുഴപ്പമുള്ളതുകൊണ്ട് മുഴുവൻ ശരിയായിട്ട് വായിക്കാൻ പലപ്പോഴും പിഴക്കുന്നു. അപ്പൊ എന്താ ഇവിടെ സംഭവിച്ചത്? മനുഷ്യ ജീവിതത്തിന്റെ സകല മേഖലകളെയും ബാധിക്കുന്ന ഒരു സംഭവമാണിത്. ഞാൻ ഇന്ന് ഈ വചനത്തിലൂടെ ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ചിന്ത, ഹഗായി പ്രവാചകൻ ദേവാലയം നിർമ്മിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യം, വാട്ട് ഈസ് യുവർ പ്രയോറിറ്റി? പ്രയോറിറ്റിയെ കുറിച്ചാണ് വാസ്തവത്തിൽ ഹഗായി പ്രവാചകനോട് പറയുന്നത്. വാട്ട് ഈസ് യുവർ പ്രയോറിറ്റി? നമ്മളുടെ മുൻഗണന എന്താണ്? ഇസ്രായേൽ മക്കൾ വന്നത് ദേവാലയം പണിയാനുമാണ്. പക്ഷെ അവർ വന്നതോ, അവരുടെ പ്രയോറിറ്റി എന്താണ്? അത് വളരെ വേഗം വ്യത്യസ്തമായി പോയി. ദേവാലയം പണിയുക എന്നുള്ള ആ വലിയ ലക്ഷ്യത്തോടു കൂടെ വന്ന ഇസ്രായേൽ മക്കൾ അതിൽ നിന്ന് സ്വന്തം ഭാവി പണിയുന്നതിന് വേണ്ടി, സ്വന്തം വീട് പണിയുന്നതിന് വേണ്ടി, സ്വന്തം കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി തിരിഞ്ഞുപോയി. അപ്പോൾ മുൻഗണനാക്രമത്തിൽ മാറ്റം വന്നതിനെ കുറിച്ചാണ് ഇവിടെ ഹഗായി പ്രവാചകൻ പറഞ്ഞത്. അതിന്റെ പരിണത ഫലമാണ് പിന്നീട് കാണുന്നതെല്ലാം. മുൻഗണനയിൽ മാറ്റം വന്നിരിക്കുന്നു. എന്തിനാണ് പറഞ്ഞു വിട്ടത്? ആലയം പണിയുവാൻ. പക്ഷേ അവരവരുടെ കാര്യങ്ങൾ നോക്കി. ഏറ്റവും ദയനീയമായ സാഹചര്യങ്ങളാണ്. അവരവരുടെ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ കഷ്ടങ്ങളും നഷ്ടങ്ങളും ഉണ്ടാവുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും. അവനൊത്തിരി ഭക്ഷിച്ചിട്ടും അറിയുന്നില്ല, പാനം ചെയ്തിട്ടും ദാഹം തീരുന്നില്ല, വസ്ത്രം ധരിച്ചിട്ടും കുളിര് മാറുന്നില്ല. ഇതൊക്കെയാണ് അവിടെ. പിന്നെ പറയുന്ന കൂലിക്കാരൻ, എനിക്ക് ഏറ്റവും വലിയ മനുഷ്യന്റെ ഫലശൂന്യമായിട്ടുള്ള അവന്റെ ജീവിതത്തെ കുറിച്ച്, ദൈവത്തെ വിട്ടച്ച് ദൈവികമായ കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട്, ദൈവാലയത്തോടുള്ള ആഭിമുഖ്യമെല്ലാം ഉപേക്ഷിച്ചിട്ട് സ്വന്തം കാര്യം നോക്കി പോകുന്ന മനുഷ്യരുടെ അവസ്ഥയാണ്. കൂലിക്കാരൻ അവിടെ പറയുന്നത്, കൂലിക്കാരൻ ഓട്ടസഞ്ചിയിൽ ഇടുവാൻ കൂലി വാങ്ങുന്നു. എത്ര പണം ഉണ്ടാക്കിയിട്ടും എത്ര അധ്വാനിച്ചിട്ടും നിറയുന്നില്ല, ഒന്നും ആകുന്നില്ല. ഒരിക്കലും അവന്റെ സാമ്പത്തികമായി അവന്റെ സുരക്ഷിതത്വം അവനുണ്ടാവുന്നില്ല. വേലക്കാരൻ ഓട്ടസഞ്ചിയിൽ ഇടുന്നതിന് കൂലി വാങ്ങുന്നെന്ന് എനിക്ക് വളരെ രസകരമായി തോന്നിയ ഒരു കാര്യമാണ് വാസ്തവത്തിൽ. എത്ര അധ്വാനിച്ചിട്ടും ആകുന്നില്ല. എന്തുകൊണ്ടാണ്? അവന്റെ പ്രയോറിറ്റി മാറിപ്പോയി, അവന്റെ മുൻഗണനാക്രമം മാറിപ്പോയി. അതുപോട്ടെ, അത് വ്യക്തിപരമായ കാര്യമാണ് എന്ന് നമുക്ക് പറയാം. വ്യക്തിപരമായ കാര്യമാണ്. ഇതെല്ലാം നീ ദൈവത്തെ മറന്നത് കൊണ്ട്, നീ ദൈവത്തെ ഉപേക്ഷിച്ചത് കൊണ്ട്, ആലയത്തോട് നീ അവഗണന കാണിച്ചത് കൊണ്ട് നിന്റെ ശാരീരികമായ ദൗർബല്യങ്ങൾ നിനക്കുണ്ടായി, നിന്നെ ശാരീരികമായി നീ ക്ഷീണിതനായി, നിന്റെ സാഹചര്യങ്ങളൊന്നും അനുകൂലമാകുന്നില്ല, നിനക്ക് സമ്പത്ത് ആവശ്യത്തിനുണ്ടാകുന്നില്ല. ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ താഴെ പറയുന്ന കാര്യങ്ങൾ അതിനേക്കാളും അപകടകരമായ കാര്യമാണ്. നമ്മൾ ദൈവജനം ദൈവത്തോട് അവഗണന കാണിച്ചാൽ നമുക്ക് മാത്രമല്ല അതിന്റെ ദുര്യോഗം, അതിന്റെ ദോഷമുണ്ടാവുന്നത്. മറിച്ച് നമ്മൾ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചാൽ, നമ്മൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ദൈവജനം ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചാൽ അതിന്റെ അനന്തരഫലം നമ്മൾ മാത്രമല്ല സമൂഹം മുഴുവൻ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. അത് വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ക്രൈസ്തവ സമൂഹം പാടെ മറന്നുപോയിരിക്കുന്ന ഒരു സത്യമാണ്. നീ ദൈവത്തെ മറന്നുകൊണ്ട് നീ അനുഭവിച്ചു എന്നാണ് എങ്കിൽ വേണ്ടില്ല. ദൈവത്തെ മറക്കുന്നവൻ അനുഭവിച്ചോട്ടെ എന്ന് വന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ദൈവജനം ദൈവത്തെ അവഗണിക്കുന്നത് കൊണ്ട് അവനും അവന്റെ സമൂഹവും അവന്റെ സഭയും അവന്റെ കൂട്ടരും അവന്റെ കുടുംബവും മാത്രമല്ല സഹിക്കേണ്ടത്, സമൂഹം മുഴുവൻ അവൻ മൂലം ശിക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിമിത്തം, 10ാമത്തെ വാക്യം, അതുകൊണ്ട് നിങ്ങൾ നിമിത്തം ആകാശം മഞ്ഞു പെയ്യാതെ ഇരിക്കുന്നു. നിങ്ങൾ നിമിത്തം ആകാശം മഞ്ഞു പെയ്യാതെ ഇരിക്കുന്നു.
ഭൂമി അനുഭവം തരാതെ ഇരിക്കുന്നു. ഞാൻ ദേശത്തിന്മേലും മലകളിന്മേലും ധാന്യത്തിന്മേലും വീഞ്ഞിന്മേലും എണ്ണയിന്മേലും നിലത്തിലെ വിളവിന്മേലും മനുഷ്യരുടെ മേലും മൃഗങ്ങളുടെ മേലും വരൾച്ചയെ വരുത്തിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമ്മളുടെ ദൈവനിഷേധം സമൂഹത്തിന്റെ ശാപമായി തീരുന്നു എന്നർത്ഥം. അതിന്റെ മറിച്ച് നോക്കിയാലോ, ആ വാചകം തിരിച്ചിട്ടാലോ, നമ്മളുടെ അശ്രദ്ധ മൂലം നമ്മളുടെ ദൈവത്തെ അവഗണിക്കുന്നത് കൊണ്ട്, നമ്മൾ ദൈവനിഷേധികളായി തീരുന്നത് കൊണ്ട് നമ്മൾക്ക് ദോഷമുണ്ടാകുന്നു. നമ്മൾ ദൈവനിഷേധികളായി തീരുന്നത് കൊണ്ട് ദേശത്തിന് ദോഷമുണ്ടാകുന്നു. എങ്കിൽ അത് തിരിച്ചിട്ടാലോ, നമ്മൾ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ നമ്മൾ നിമിത്തം ദേശം അനുഗ്രഹിക്കപ്പെടും എന്നാണ്. നമ്മൾ നിമിത്തം ദേശം ശിക്ഷിക്കപ്പെടുമെങ്കിൽ അതിന്റെ മറുവശം നമ്മൾ നിമിത്തം ദേശം അനുഗ്രഹിക്കപ്പെടും എന്നാണ്. നമ്മൾ പലപ്പോഴും വിസ്മരിച്ചു പോകുന്ന അടിസ്ഥാനപരമായൊരു സത്യമാണിത്. ഇന്ന് ജീവിക്കുന്ന ക്രൈസ്തവ സമൂഹം ഈ അടിസ്ഥാനപരമായ രഹസ്യാത്മകമായ സത്യം തിരിച്ചറിയുന്നില്ല. ഇറ്റ്സ് എ മിസ്റ്ററി. എന്താണ് ആ മിസ്റ്ററി എന്ന് പറയുന്നത്? നമ്മളാണ് ഈ ലോകത്തിന്റെ അനുഗ്രഹത്തിന്റെ ചാലകങ്ങൾ എന്നാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മളാണ് ഈ സമൂഹത്തിന്റെ അനുഗ്രഹത്തിന്റെ മുഖാന്തരങ്ങൾ എന്നുള്ള കാര്യം നമ്മളത് മറന്നുപോവുകയാണ്. ക്രൈസ്തവ സഹോദര, നീ ജീവിക്കുന്ന ഭവനത്തിൽ നീ ദൈവത്തെ ആശ്രയിച്ച് ജീവിച്ചാൽ, നീ പ്രാർത്ഥനയുള്ളവനായി ജീവിച്ചാൽ, നീ സ്നേഹമുള്ളവനായി സന്തോഷമുള്ളവനായി ജീവിച്ചാൽ, നീ സുവിശേഷവുമായി ജീവിച്ചാൽ, നിന്റെ അയൽക്കാരനും അനുഗ്രഹിക്കപ്പെടുമെന്നർത്ഥം, നിന്റെ ദേശം അനുഗ്രഹിക്കപ്പെടുമെന്നർത്ഥം. മറിച്ച് നീ ദൈവനിഷേധിയായി ജീവിച്ചാൽ നിന്റെ അയൽക്കാരനും അതിന്റെ ശാപമുണ്ടാകും എന്നർത്ഥം. അപ്പൊ നമ്മുടെ പ്രസൻസ് ആണ് നമ്മൾ പലപ്പോഴും തിരിച്ചറിയാത്ത സത്യം ഇതാണ്. അവർ പ്രസൻസ് ഈസ് ദ ബേസിസ് ഫോർ ദ ബ്ലെസ്സിങ്സ് ഓഫ് ദ സൊസൈറ്റി. നമ്മുടെ ദൈവബോധമാണ് സമൂഹത്തിന്റെ ചുറ്റുപാടുകളുടെ അനുഗ്രഹത്തിന്റെ അടിസ്ഥാനം എന്നുള്ള സത്യം. നാം ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയണം. ഭയങ്കരമായ ഒരു ഉത്തരവാദിത്തമാണ് ക്രൈസ്തവ സമൂഹത്തോട് ദൈവത്തിന്റെ ജനത്തിന് ദൈവം നൽകിയിരിക്കുന്നത് ഓർക്കണം. നമ്മൾ ജീവനുള്ള ദൈവത്തിന്റെ മക്കളാണെന്ന് വിശ്വസിക്കുന്നുണ്ടല്ലോ. ജീവനുള്ള ദൈവത്തിന്റെ മക്കളാണ് എങ്കിൽ നമ്മൾ ജീവനുള്ള ദൈവത്തിന്റെ ആരാധകരായി തീരണം. ജീവനുള്ള ദൈവത്തോട് നാം അടുത്ത് വസിക്കുമ്പോൾ, ചേർന്ന് വസിക്കുമ്പോൾ, അവന്റെ മക്കളും അവകാശികളുമായി തീരുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളും അനുഗ്രഹിക്കപ്പെടുന്നു എന്നുള്ളതാണ്. മറിച്ച് നീ ദൈവത്തെ മറന്ന് ജീവിച്ചാൽ നിന്റെ ചുറ്റുപാടുകൾ നീ നിമിത്തം നശിച്ചു പോകുന്നു എന്നുള്ളതാണ്. ഇത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഈ സത്യം പലപ്പോഴും നമ്മുടെ ആളുകൾ മറന്നു പോകുന്നു. ഒരു ഭക്തനായ മനുഷ്യൻ പറയുന്നത്, വി ആർ കോൾഡ് ടു മേക്ക് ദ വേൾഡ് ഫീൽ ദാറ്റ് വി ആർ ഹിയർ. ഞങ്ങൾ ഇവിടെയുണ്ട് എന്ന് ലോകം തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഇവിടെയുണ്ട് എന്ന് ലോകം തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഞങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. വി ആർ ഹിയർ. ക്രിസ്ത്യൻസ് പറയേണ്ടത് വി ആർ ഹിയർ, ഞങ്ങൾ ഇവിടെയുണ്ട്. കാരണം നമ്മളാൽ ലോകം അനുഗ്രഹിക്കപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഈ പ്രസൻസ് ഒന്ന്, ഈ ഭൂമി ഒന്ന്, ഈ ലോകം ഒന്ന് ഫീൽ ചെയ്യുന്ന അവസ്ഥ. നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ നോക്കിയോ. നമ്മുടെ പ്രസൻസ് എങ്ങനെയാണ് അവർ ഫീൽ ചെയ്യുന്നത്? ദേവാലയത്തിൽ അൾത്താരയിൽ തിരുവചനം എടുത്തെറിഞ്ഞ് പരസ്പരം മല്ലടിച്ച് കുരിശെടുത്ത് പരസ്പരം തല്ലുന്ന, കൊല്ലുന്ന, സമരം ചെയ്യുന്ന എല്ലാ മേഖലകളിലും. കഴിഞ്ഞ ദിവസം മറ്റൊരു യോഗത്തിൽ ഞാൻ പ്രസംഗിച്ചപ്പോൾ പറയുകയായിരുന്നു, അടുത്ത മാർത്തോമാ സഭയിലെ ഇടവ മിഷന്റെ വാർഷിക മേഖല ഞാൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചു. ഞാൻ പറയായിരുന്നു, വാസ്തവത്തിൽ എവിടെയാണ് വാസ്തവത്തിൽ നമുക്കൊരു സാക്ഷ്യമുള്ളത്? എവിടെയാണ് ഒരു സാക്ഷ്യം? നമ്മുടെ പ്രസൻസ് എങ്ങനെയാണ്? ഈ ഭൂമി, ഈ ലോകം, നമ്മുടെ ചുറ്റുപാടുകൾ, കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണ്?
ഹൗ ഡു ഫീൽ അബൌട്ട് us? നമ്മളെ എങ്ങനെയാണ് അവർ ഫീൽ ചെയ്യുന്നത്? കൊള്ളാം, നല്ല പാർട്ടികൾ. നമ്മുടെ കേസുകളെല്ലാം സുപ്രീം കോടതിയില്, ഹൈക്കോടതിയില്, കീഴ്ക്കോടതികളിൽ പോയി നിൽക്കുകയാണ് നമ്മുടെ പുരോഹിതന്മാർ, നമ്മുടെ സഭാ നേതാക്കന്മാർ. നാണമില്ലാത്ത വർഗമായി മാറിയിരിക്കും നമ്മൾ. എങ്ങനെയാണ് നമ്മുടെ പ്രസൻസ് ഫീൽ ചെയ്യുന്നത്? ഈ ലോകം വഷളായി മാറുന്നതിന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. സകലത്തിന്മേലും ദൈവം ബാധിക്കും, വിളകിന്മേൽ, മൃഗങ്ങളിന്മേൽ പോലും ബാധിക്കുകയാണ് നമ്മുടെ ഈ ദൈവത്തോട് വിരോധമായി നിൽക്കുന്ന നമ്മുടെ ജീവിതം കൊണ്ട്. ദൈവത്തെ തള്ളിക്കളഞ്ഞ് ജീവിക്കുന്ന നമ്മുടെ ജീവിതം കൊണ്ട് മൃഗങ്ങൾ പോലും, അവര് പോലും കുഞ്ഞുങ്ങളെ പെറുന്നില്ല. ആ അവസ്ഥയിലേക്ക് വരികയാണ്. എത്ര ഭയങ്കരമാണ്! ലോകം നീ നിമിത്തം അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതാണ് എന്നെ കുറിച്ച്, നിങ്ങളെ കുറിച്ച് ഓർക്കേണ്ട ഒരു കാര്യം. പക്ഷേ നീ നിമിത്തം ഈ ഭൂമി ശപിക്കപ്പെടുക എന്ന് പറയുന്നു. ഇന്ന് ഈ ലോകത്തിലെ മുഴുവൻ പ്രശ്നങ്ങളുടെയും കാര്യം ദൈവത്തിൽ നിന്നും ബഹുദൂരം അകന്നു പോകുന്ന ക്രൈസ്തവ വിശ്വാസികളുടെ ജീവിതം കൊണ്ട് തന്നെയാണ് ഈ ഭൂമിയിലെ സകല ദുഷ്കർമ്മങ്ങളും നടക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ പറയല്ലോ ദൈവത്തിന്റെ കോപമാണെന്ന്. ദൈവത്തിന്റെ കോപം എന്തുകൊണ്ടാണ് വരുന്നത്? ദൈവത്തിന്റെ ജനം വഷളത്വം കൊണ്ട് നിറഞ്ഞു പോയത് കൊണ്ട്. അതുകൊണ്ടാണ് ഹഗായി പ്രവാചകൻ പറയുന്നത്, നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുക. Turn to God. ദൈവത്തിങ്കിലേക്ക് തിരിയുക, repent, അനുതപിക്കുക. നിങ്ങൾ നഷ്ടപ്പെടുത്തിയ അവസരങ്ങളെ മടക്കി നിങ്ങൾ ചെയ്യുക. നിങ്ങൾ പണിയാൻ വന്നവരാണെങ്കിൽ പണിയണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാട്ട് ഈസ് യുവർ പ്രയോറിറ്റി? ദൈവം ഒന്നാമത് എന്ന് ജീവിതത്തിൽ നിർണ്ണയിക്കുവാൻ കഴിയുന്നു. അത് മറ്റെല്ലാം കഴിഞ്ഞതിന് ശേഷം ദ ലാസ്റ്റ് ചോയ്സ്, അവസാനത്തെ ഒരു സ്ഥാനം മാത്രമാണോ യഹോവയായ ദൈവത്തിന്, നിന്റെ യേശുവിനെ നിന്റെ ജീവിതത്തിൽ കൊടുക്കുന്നത്? യേശുവിന് ഒന്നാം സ്ഥാനം ജീവിതത്തിൽ കൊടുക്കുവാൻ കഴിയുമോ? ഇവിടെ പഴയ നിയമ കാലഘട്ടത്തിലാണ് ഹഗായി പ്രവാചകൻ പ്രവചിക്കുന്നത്. യഹോവയായ ദൈവത്തെക്കുറിച്ചാണ്. അവന്റെ പുത്രന്, നമ്മുടെ കർത്താവുമായ, നമ്മുടെ വീണ്ടെടുപ്പുകാരനായ, നമ്മുടെ രക്ഷകനായ, നമ്മുടെ ഏകപ്രത്യാശിയായ യേശുവിന് നമ്മുടെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം കൊടുക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം മുഴുവൻ ഒരു പരാജയമാണ്, ഒരു നഷ്ടമാണ് എന്നോർക്കുവാൻ നമുക്ക് കഴിയണം. ഗിവ് പ്രയോറിറ്റി ടു ജീസസ്. യേശുവിന് തന്റെ ജീവിതത്തിൽ മുൻഗണന കൊടുക്കുക. ഒത്തിരി കാര്യങ്ങൾ എഴുതിയിട്ട് അവസാനം മാത്രം നമുക്കെല്ലാം കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ പങ്കിട്ടതുപോലെ എല്ലാ സമൃദ്ധികളും എല്ലാ സന്തോഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, നമ്മുടെ സാഹചര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമായി, നമുക്ക് സന്തോഷകരമായ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ we forget about God. ദൈവത്തെക്കുറിച്ച് നാം മറന്നുപോകും. എൻ്റെ ഒരു പഴയ സ്നേഹിതൻ, എൻ്റെ ഫാദർ, അദ്ദേഹം മാരകമായ രോഗിയായി മാറി. ഒരു സർജറിയെ കഴിഞ്ഞു, രക്ഷപ്പെടത്തില്ല എന്ന് ആ പ്രദേശം മുഴുവൻ കണ്ണീരോടുകൂടെ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു. എല്ലാവരും പ്രാർത്ഥിച്ചു. അത്ഭുതകരമായ, ഡോക്ടർമാരെ പോലും അത്ഭുതപ്പെടുത്തിയ ആ മനുഷ്യൻ രക്ഷപ്പെട്ടു. അപ്പോ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് ഞങ്ങളെല്ലാം കൂട്ടത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത്ഭുതകരമായി ഈ ആയുസ് ദൈവം നീട്ടി തന്നു പറഞ്ഞപ്പോ പുള്ളി പറയുക, ഓ, അല്ലെങ്കിൽ എനിക്ക് ആയുസ് കാണും, അതുകൊണ്ടല്ലയോ ഇപ്പൊ ജീവിക്കാൻ പറ്റുന്നത്, എനിക്ക് അല്ലെങ്കിലും ആയുസ് കാണുമായിരുന്നു. അപ്പൊ ദൈവത്തെ നിഷേധിക്കുന്ന, ദൈവ അനുഗ്രഹത്തെ നിരർത്ഥകമാക്കുന്ന, നിഷേധിക്കുന്ന ക്രൈസ്തവ ജീവിതങ്ങൾ. പ്രിയപ്പെട്ട സഹോദര, സഹോദരി, നിന്റെ മുൻഗണന, ഭവനത്തിൽ നിന്റെ മുൻഗണന ആർക്കാണ്? കഴിഞ്ഞ 3-4 ആഴ്ചകളായി ഞാനിവിടെ ഒരു ഗ്രൂപ്പിന് കർത്താവിന്റെ ശിഷ്യത്വത്തെ കുറിച്ച്, ദ ഡിസൈപ്പിൾഷിപ്പിനെ കുറിച്ച് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ
കർത്താവ് ആവശ്യപ്പെട്ടത്? നീ സകലവും ത്യജിക്കണം. നിന്റെ അപ്പനെ, അമ്മയെ, ഭാര്യയെ, മക്കളെ, സഹോദരനെ, സഹോദരിയെ എല്ലാവരെയും ഭയക്കണം. എന്നിട്ട് തന്നെത്താൻ ത്യജിക്കണം, തന്റെ ക്രൂശ് എടുക്കണം, എന്നെ അനുഗമിക്കണം. ഗീവ് മീ ദ ഫസ്റ്റ് പ്ലേസ്. എനിക്ക് നീ ഒന്നാം സ്ഥാനം തരിക. നിങ്ങൾക്കും ആ ഡിസൈപ്പിൾഷിപ്പിനെ കുറിച്ച് ക്ലാസ് എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? ഏതായാലും ദേശം വരണ്ടുപോയപ്പോൾ, മൃഗങ്ങൾ വരണ്ടുപോയപ്പോൾ, വിളകൾ വരണ്ടുപോയപ്പോൾ, ദേശത്തിന്മേൽ മഞ്ഞും മഴയും ഇല്ലാതെ വന്നപ്പോൾ തങ്ങളുടെ അശ്രദ്ധ കൊണ്ടാണ് ഇത്, തങ്ങൾ ദൈവത്തെ നിഷേധിച്ചുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കിയ ദൈവജനം ഹഗായി പ്രവാചകന്റെ ആഹ്വാനത്തിന്റെ മുമ്പിൽ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നു. അവിടെ പറയുന്നു 12-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത്, യഹോവയുടെ നിയോഗത്തിനൊത്തവണ്ണം ഹഗായി പ്രവാചകന്റെ വചനങ്ങളും കേട്ടനുസരിച്ചു ജനം യഹോവയെ ഭയപ്പെടുകയും ചെയ്തു. അപ്പോൾ യഹോവയുടെ ദൂതനായി ഹഗായി യഹോവയുടെ ദൂതായി ജനത്തോട്, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്, യഹോവയുടെ അരുളപ്പാട് എന്ന് പറഞ്ഞു. ദൈവജനം ദൈവത്തിന്റെ അടുക്കലേക്ക് തിരിയുമ്പോൾ ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന്. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത്. ദൈവം അവിടെ ഉണ്ട്. ഹി ഈസ് ദേർ. ഹിസ് പ്രസൻസ് ഈസ് ദേർ. നമ്മൾ എവിടെ ഇടഞ്ഞു നിൽക്കുന്നു അവിടെ ദൈവമുണ്ട്. ജസ്റ്റ് നീ ഒന്ന് തിരിഞ്ഞു നോക്ക്. യു വിൽ സീ ദ ഫേസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ മുഖം നീ കാണും. ഞാൻ ഇവിടെയുണ്ട്. ഐ ആം ഹിയർ. നീ എന്നെ വിട്ട് മുമ്പോട്ട് പോവുകയാണ്. സ്റ്റോപ്പ് ഇറ്റ് there. Stop it there and look at me. I am standing just behind you. ഞാൻ നിന്റെ തൊട്ടു പുറകെ നിൽക്കുകയാണ്. ദൈവത്തിന്റെ പ്രസൻസ്. അവൻ നമ്മളെ വിട്ടു പിരിയില്ല. മകളെ, നമ്മൾ എത്രമാത്രം അവനിൽ നിന്ന് അകന്നു പോകുവാൻ ശ്രമിച്ചാലും അവൻ നമ്മളോട് കൂടെ പുറകെ കൂടുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഈ 2-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 2-ാമത്തെ അധ്യായത്തിന് എൻ്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ. 5-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം, എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു. ദൈവം നമ്മോട് കൂടെയാണ് എപ്പോഴും. അവനെ അവഗണിക്കുമ്പോഴും അവനെ വിസ്മരിക്കുമ്പോഴും അവനെ തള്ളിപ്പറയുമ്പോഴും നമ്മളോട് കൂടെ വസിക്കുന്ന ഒരു ദൈവം, നമ്മോട് കൂടെ വസിക്കുന്ന ഒരു ദൈവം. എനിക്ക് വളരെ ദൈവസന്നിധിയിൽ വളരെ സന്തോഷത്തോടു കൂടെ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ, അടച്ചിട്ടിരിക്കുന്ന വാതിലിൽ വന്ന് മുട്ടി വിളിക്കുന്ന ഒരു യേശുവിനെ, ഹൃദയവാതിലിൽ വന്ന് മുട്ടി വിളിക്കുന്ന ഒരു യേശുവിനെ നാം കാണുന്നുണ്ട്. അവിടെ മനോഹരമായ ഒരു ചിത്രമാണത്. അടച്ചിട്ടിരിക്കുന്ന വാതിലിൽ അവിടെ അകത്തേക്ക് വരാൻ ആഗ്രഹിച്ചുകൊണ്ട് മുട്ടി വിളിക്കുന്ന യേശു. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ, ഓ എന്റെ ദൈവത്തിന്റെ സ്നേഹം എത്ര ആഴമേറിയ സ്നേഹമാണ്. ആരെങ്കിലും ആരെങ്കിലും ഒന്ന് ഈ വാതിലൊന്ന് തുറക്കുമെങ്കിൽ, ആ യേശു നിന്ന് മുട്ടി വിളിക്കുന്നതിനെ കുറിച്ച് ഭക്തനായ ഒരു മനുഷ്യന്റെ വ്യാഖ്യാനം, ഒറിജിനലിൽ ഗ്രീക്ക് വേർഷനിൽ ഈ മുട്ടി വിളിക്കുന്നു എന്നുള്ളതിന് പറയുന്നത് ഹി കീപ്സ് ഓൺ നോക്കിംഗ്, ഹി കീപ്സ് ഓൺ നോക്കിംഗ് എന്നാണ്. അപ്പൊ ഞാനവിടെ പറയുമ്പോ പറയണം, ഹി കീപ്സ് ഓൺ സ്റ്റാൻഡിങ് ആൻഡ് ഹി കീപ്സ് ഓൺ നോക്കിംഗ്. അവൻ അവിടെ നിന്നുകൊണ്ടേയിരിക്കുക, പോകുന്നില്ല.
മുട്ടി വിളിച്ചേച്ച് എന്നാ പിന്നെ വന്ന് വിളിക്കാം എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നില്ല. He keeps on standing and he keeps on knocking to get the door opened. വാതിൽ തുറന്നു കിട്ടുന്നതിന് വേണ്ടി അതുവരെ തുറക്കുന്നത് വരെയും നിൽക്കും. അപ്പോൾ നീ ദൈവത്തെ മറന്നു ജീവിക്കുമ്പോഴും God is standing at the door of your heart. ദൈവം നിന്റെ ഹൃദയത്തിന്റെ വാതിലിൽ നിൽക്കുകയാണ്. ആമേൻ. നീ ദൈവത്തെ മറന്നാൽ നിന്റെ വാതിൽ, ഹൃദയത്തിന്റെ വാതിൽ കൊട്ടിയടച്ചിരിക്കുമ്പോഴും He is standing at the door of your heart. നിന്റെ ഹൃദയത്തിന്റെ വാതിലിൽ അവൻ നിൽക്കുന്നു. ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, ഞാൻ നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു. ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, ഞാൻ നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം തേടി നാം എവിടെയും പോകണ്ട. He is standing just beside us. He is standing just behind us. He is standing just in front of us. അവൻ നമ്മുടെ മുമ്പിലുണ്ട്, അവൻ നമ്മുടെ പിമ്പിലുണ്ട്, നമ്മുടെ വശങ്ങളിൽ അവനുണ്ട്. He is everywhere to bless us. നമ്മളെ അനുഗ്രഹിക്കുന്നവൻ, അനുഗ്രഹിക്കുവാൻ വേണ്ടി അവൻ എല്ലായിടവും ഉണ്ട് എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദിവസം പ്രാർത്ഥനയ്ക്ക് എത്ര സമയം മാറ്റിവെക്കും? എല്ലാം കഴിഞ്ഞ് അവസാനം കിട്ടുന്നെങ്കിൽ, സമയം കിട്ടുന്നെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചേക്കാം. നോ, prayer must be your first priority. പ്രാർത്ഥന നിന്റെ ഒന്നാമത്തെ മുൻഗണനയായിരിക്കണം. മുൻഗണന അത് ഒത്തിരി വിഷയമാണ്. ഞാനത് അതിനെക്കുറിച്ചൊന്നും ഇനി ദീർഘമായി പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഒത്തിരി വിഷയങ്ങളുണ്ട്, അതൊക്കെ അതിലേക്ക് ഞാൻ പോകുന്നില്ല. കർത്താവിന്റെ ജീവിതത്തിൽ മുൻഗണന കൊടുത്താൽ, ഇസ്രായേൽ മക്കൾ മുൻഗണന കൊടുത്തു, അവരനുഗ്രഹിച്ചു, അവരാലയം പണിതു എന്ന് യഹോവയായ ദൈവം പറയുകയാണ്. അവര് തിരിഞ്ഞ് അനുദപിച്ച് ദൈവസനത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിന്റെ അവസാനം, ഫ്രം ടുഡേ ഓൺവേഴ്സ്, ഇന്നു മുതൽ ഞാൻ I will bless you. Hallelujah. From today onwards I will bless you. തിരിഞ്ഞാ മതി. അന്നു മുതൽ എന്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. പദം പറഞ്ഞ് എന്തിനാ ജീവിക്കുന്നേ? കഷ്ടങ്ങളും വേദനകളും പറഞ്ഞ് എന്തിനാ ജീവിക്കുന്നത്? Turn to God. He will bless you at the very moment. ആ നിമിഷം തന്നെ അവൻ നിന്നെ അനുഗ്രഹിക്കും. ആ ഒരു വലിയ പ്രഖ്യാപനമാണ് 2-ാം അധ്യായം. 2 അധ്യായങ്ങളേ ഉള്ളല്ലോ ഹഗായി പ്രവാചകന്റെ പുസ്തകത്തിൽ. 2 അധ്യായങ്ങൾ, കൊച്ചു 2 അധ്യായങ്ങൾ. ഈ അധ്യായങ്ങളിലൂടെയാണ് മനുഷ്യ ജീവിതത്തിന്റെ പ്രയോറിറ്റിയെ കുറിച്ച് നിർണ്ണയിക്കുവാൻ ഹഗായി പ്രവാചകൻ ആഗ്രഹിച്ചു, ദൈവജനത്തോട് ആവശ്യപ്പെട്ടു. അപ്പൊ നമ്മൾ ഓർക്കേണ്ട, അടിസ്ഥാനപരമായി ഞാൻ നിമിത്തം ദേശം ശപിക്കപ്പെടാം, ഞാൻ നിമിത്തം ദേശം അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. നീ ദൈവത്തെ മറന്നാൽ നീ നിമിത്തം ഭൂമി വിളതരാതിരിക്കും. നീ ദൈവത്തെ അന്വേഷിച്ചാൽ നീ നിമിത്തം ദൈവ സമൂഹം അനുഗ്രഹിക്കപ്പെടും. ദൈവജനം മാത്രമല്ല, സമൂഹം. നമ്മുടെ ദൈവത്തെ അറിയാത്തവർ പോലും നാം ദൈവത്തെ അറിയുമ്പോൾ അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതാണ്. ഹഗായിയുടെ കൂടെ സെയൽത്തിയേലിന്റെ മകനായ സെറുബ്ബാബേൽ എന്ന് പറയുന്നു. ഹി വാസ് ദ ഗവർണർ ഓഫ് യെരുശലേം. യെരുശലേമിന്റെ ഗവർണറായി സൈറസ് രാജാവ് വിട്ട മനുഷ്യൻ സെറുബ്ബാബേൽ. സെറുബ്ബാബേൽ ഈസ് എ സിംബൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു കർത്താവിന്റെ ഒരു അടയാളമായിട്ടാണ് സെരുബ്ബാബേലിനെ കുറിച്ച് ഇവിടെ പറയുന്നത്. ആ സെരുബ്ബാബേലിനെ ഈ പ്രവചനത്തിന്റെ അവസാന ഭാഗം വരുമ്പോഴേക്കും നൂറ്റാണ്ടുകൾക്ക് ശേഷം വരുവാൻ പോകുന്ന യേശു കർത്താവിന്റെ കുറിച്ച് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞാണ് ആ പ്രവചനം അവസാനിപ്പിക്കുന്നത്. സെരുബ്ബാബേലെ ഞാൻ നിന്നെ എടുത്ത് മുദ്രാമോതിരമാക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. മുദ്രാമോതിരമാക്കുന്ന സെരുബ്ബാബേലിനെ ഇത് നമുക്കുമുള്ള ഒരു വാഗ്ദത്തമാണ്.
ഉറപ്പാണ്. മുദ്രാമോതിരം സിഗ്നറ്റ് എന്ന് പറയുന്നുണ്ട്. മുദ്രാമോതിരം, സിഗ്നറ്റ്, ഒരു കൽപ്പന അവസാനം മുദ്ര വെക്കുന്നത്, രാജകീയമായ മുദ്രയാണ് സിഗ്നറ്റ് എന്ന് പറയുന്നത്. എന്താണ് നമുക്കുള്ള ഉറപ്പ്? ഇത് നമുക്കുമുള്ള ഉറപ്പാണ് എന്നാണ്. സെരുബ്ബാബേലിനെ എടുത്ത് മുദ്രാമോതിരമാക്കും എന്ന് പറഞ്ഞാൽ സകല മാനവജാതിക്കും, ഏത് കാലഘട്ടത്തിലുള്ള ജനങ്ങൾക്കും ഇതൊരു ഉറപ്പാണ് എന്നർത്ഥം. ഈവൻ ഫോർ us, നമുക്കും ഇതൊരപ്പാണ്. നീ എന്ന് ദൈവസനത്തിലേക്ക് മടങ്ങി വരുമോ, ദൈവത്തിന് എന്ന് നിന്റെ ജീവിതത്തിൽ മുഖ്യ പ്രാധാന്യം കൊടുക്കുമോ, അന്നു മുതൽ നീ അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സത്യം. ഈ സത്യത്തിലേക്ക് യഹോവയായ ദൈവം ഇന്ന് നമ്മളെ ക്ഷണിക്കുകയാണ്. Turn to God, ദൈവസന്നിധിയിലേക്ക് തിരിയുക, ഹൃദയം നോക്കി എന്നൊരു പാട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. തിരിയുക ദൈവ തിരുഹിതം നോക്കി എന്ന് പറയുന്ന ഒരു പാട്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ തിരുഹിതം നോക്കി തിരിയുവാൻ നമുക്ക് കഴിയണം. അടഞ്ഞിരിക്കുന്ന വാതിലുകളൊക്കെ തുറക്കപ്പെടും. ആകാശത്തിന്റെ കിളിവാതിൽ തുറക്കപ്പെടും. ഭൂമിയുടെ സമൃദ്ധി നിന്റെ മുമ്പിൽ ആർത്തുല്ലസിക്കും. നിന്റെ മൃഗജാലങ്ങൾ പെറ്റുപെരുകും. നിന്റെ നിക്ഷേപ സഞ്ചിയുടെ ഓട്ടകൾ അടയ്ക്കപ്പെടും. നീ നിക്ഷേപിക്കുന്നതൊക്കെയും നിന്റെ സഞ്ചിയിൽ നിറയപ്പെടും. നിനക്ക് സമൃദ്ധിയായ ആഹാരമുണ്ടാവും. നീ ഭക്ഷിക്കുമ്പോൾ നിനക്ക് തൃപ്തി വരും. നീ കുടിക്കുമ്പോൾ നിന്റെ ദാഹം തീരും. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ നിനക്ക് തരും എന്നെന്റെ യേശു പറഞ്ഞത് ഹഗായി പ്രവാചകന്റെ ഈ ദൂതന്റെ പ്രതിധ്വനിയാണ്. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി നിങ്ങൾക്ക് സകലവും. പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തിന്റെ വചനം പറയുന്നു, യഹോവയുടെ ആലയം ശൂന്യമായി കിടക്കെ, നിങ്ങൾക്ക് തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നിനക്ക് മുൻഗണന തരുവാൻ, മുമ്പേ നിന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പാൻ ഏഴകളെ നീ സഹായിക്കണമേ. ആ കാര്യത്തിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോയെങ്കിൽ കർത്താവെ, ഞങ്ങളിപ്പോൾ നിന്റെ സന്നിധിയിലേക്ക് തിരിയുന്നു. നീ ഞങ്ങളുടെ തൊട്ടടുത്ത് ഞങ്ങളെ അനുഗ്രഹിക്കാനുള്ളത് കൊണ്ട് സ്തോത്രം. നിന്റെ സന്നിധിയിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ മഹത്വം അവിടുന്ന് സ്വീകരിക്കണമേ. യേശു കർത്താവിന്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. ഉന്നം വച്ച വൈരിയിൻ കണ്ണിൻ മുൻപിൽ പതറാതെ, ഉന്നം വച്ച വൈരിയിൻ കണ്ണിൻ മുൻപിൽ പതറാതെ, കൺമണി പോൽ കാക്കും കരങ്ങളിൽ നിന്നെ മൂടി മറച്ചില്ലേ. കൺമണി പോൽ കാക്കും കരങ്ങളിൽ നിന്നെ മൂടി മറച്ചില്ലേ. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ.
യോർദാൻ കലങ്ങി മറിയും ജീവിത പാരങ്ങൾ. യോർദാൻ കലങ്ങി മറിയും ജീവിത പാരങ്ങൾ. ഏലിയാവിൻ പുതപ്പ് വീടേ നിന്റെ വിശ്വാസ ചോദനയിൽ. ഏലിയാവിൻ പുതപ്പ് വീടേ നിന്റെ വിശ്വാസ ചോദനയിൽ. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. നിനക്കെതിരായി വരും ആയുധം ഫലിക്കയില്ല. നിനക്കെതിരായി വരും ആയുധം ഫലിക്കയില്ല. നിന്റെ ഉടയവൻ നിന്നവകാശം തന്റെ ദാസരിൻ നീതിയവൻ. നിന്റെ ഉടയവൻ നിന്നവകാശം തന്റെ ദാസരിൻ നീതിയവൻ. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരുടെ മേലും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.